ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രൊഡക്റ്റ് റിവ്യൂ വന്നേക്കുന്നത് പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. പ്ലമ്മിൻ്റെ എല്ലാം അതായത് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു വെയ്ഗൻ ഫ്രീ അല്ലെങ്കിൽ ആനിമൽ ടെസ്റ്റഡ് അല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹൈപ്പ് കൊടുത്തിരുന്ന ഒരു പ്രൊഡക്റ്റ് എല്ലാം പ്ലമ്മിൻ്റെതാണ്. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ഈ വക മാർക്കറ്റിംഗ് തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ മാറ്റിഫൈങ് മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇതും 50 ml ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 470 ആണ്. ആസ് യൂഷ്വൽ എല്ലാ മോയ്സ്ചറൈസിങ് ക്രീംസും പോലെ 3 year എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഇതിന്. പിന്നെ ഇതിൻ്റെ പാക്കേജിങ് വളരെ സൂപ്പറാണ്, നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അതിലൊക്കെ ഉപരി കൺവീനിയൻ്റ് ആയിട്ട് എന്തിലും നമുക്ക് പാക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. കാരണം നോക്കി ഭയങ്കര ഇങ്ങനെ പിടിച്ചാൽ സിമ്പിളായിട്ട് ഇരുന്നോളും. ബാഗിൽ വെക്കണേ ബാഗിൽ വെക്കാം, ഒരു പ്രശ്നമില്ല, വളരെ സിമ്പിളായിട്ടിരിക്കും. ആൻഡ് ഇതിൻ്റെ പാക്കേജിങ് നോക്കാനാണെങ്കിൽ പ്ലാസ്റ്റിക് ആണ്. ആൻഡ് ഇങ്ങനൊരു പ്ലാസ്റ്റിക് ടോപ്പാണ് ഇതിനുള്ളത്. ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്താൽ മതി. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയാണ്, കണ്ടോ? കുറച്ചധികം ഒട്ടും ഹാർഷ് അല്ലാത്ത ലൂസ് കൺസിസ്റ്റൻസിയാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിന് ചെറിയൊരു സ്മെല്ലുണ്ട് കേട്ടോ. അത് എങ്ങനത്തെ സ്മെല്ലാന്ന് പറഞ്ഞാൽ മൈഗ്രെയിൻ ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമായിരിക്കാം, കാരണം ചെറിയൊരു കുത്തൽ സ്മെല്ലാണിത്. പക്ഷേ ഇതിൻ്റെ മേളിലോട്ടൊക്കെ മേക്കപ്പ് വരുമ്പോൾ അതൊരു വിഷയമാവാൻ ചാൻസ് ഇല്ല. ആസ് യൂഷ്വൽ കുഴപ്പമില്ലാണ്ട് പോവുമായിരിക്കും. ആൻഡ് ഇതിൻ്റെ അകത്ത് പറയുന്നത് പ്ലമ്മിൻ്റെ ഈ ഗ്രീൻ ടീ വേരിയൻസ് ഒക്കെ, അതായത് ഓയിലി അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്, അവർക്ക് പറ്റുന്ന മോയ്സ്ചറൈസർ ആണെന്നാണ് പ്ലം പറയുന്നത്. ആസ് യൂഷ്വൽ പാരബൻ ഫ്രീ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആൻഡ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ, ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് അക്വ ആണ്, വാട്ടർ. സോ അതായിരിക്കും നമുക്ക് ഇത്രയും ലൂസ് കൺസിസ്റ്റൻസി ഇതിന് ഫീൽ ചെയ്തത്. ആൻഡ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. വെറുതെ വായിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് എഴുതുന്നുണ്ട് കോമ്പിനേഷൻ ഓയിലി ആൻഡ് ആക്നെ പ്രോൺ സ്കിൻ. അതവർ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്, കാരണം എല്ലാ ഗ്രീൻ ടീ വേരിയൻസും അങ്ങനെ, അതായത് നമ്മളുടെ കുരുക്കളുള്ള മുഖങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് പിന്നെ ഇവർ പറയുന്നത് ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഡോട്ട് യുവർ ഫേസ് വിത്ത് മോയ്സ്ചറൈസർ, അതായത് കഴുത്തിലും കയ്യിലൊക്കെ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ ഡോട്ട്സ് ഇടുക, ബ്ലെൻഡ് ചെയ്യുക. പിന്നെ എപ്പോഴും ഞാൻ പറയും മോയ്സ്ചറൈസർ ഇടുന്നത് കഴിവതും ടോണർ കഴിഞ്ഞിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം CTM ആണ്, ക്ലെൻസർ ടോണർ മോയ്സ്ചറൈസർ ആണ്. പക്ഷെ ചിലവർ പെട്ടെന്ന് ടോണർ സ്കിപ്പ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇടാറുണ്ട്. അത് ഞാൻ ഒട്ടും പ്രിഫർ ചെയ്യില്ല. ടോണർ ഇട്ടിട്ട് തന്നെ മോയ്സ്ചറൈസർ ഇടണം. ആൻഡ് ടോണർ ഇട്ടിട്ട് മോയ്സ്ചറൈസർ ഇടുമ്പോൾ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഒരു പൊള്ളൽ പോലെ തോന്നുന്നുണ്ട്, ചെറിയൊരു പൊള്ളൽ എല്ലാത്തിലും ഉള്ളതാണ്, അല്ലാത്ത പക്ഷം പൊള്ളലുണ്ടെങ്കിൽ എന്തായാലും ടോണർ സ്കിപ്പ് ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലമ്മിൻ്റെ കുട്ടി റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പ്ലമ്മിൻ്റെ മസ്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളവർ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പ്ലമ്മിൻ്റെ ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്തതെന്ന് പറയുക, നിങ്ങളുടെ റിവ്യൂസ് പറയുക. അപ്പോൾ ഇത് വാങ്ങാനിരിക്കുന്നവർക്കും, കാരണം എൻ്റെ സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സിനും, സോ വാങ്ങാനിരിക്കുന്നവർക്ക് അത് ഭയങ്കര ഹെൽപ്പായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഇങ്ങനത്തെ റിവ്യൂസിന് വേണ്ടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.